പൂനെക്ക് പോവുകയാണ് നമ്മൾ. പെട്ടെന്നെടുത്ത തീരുമാനമാണ്. ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇന്നലെ തീരുമാനിച്ച് അങ്ങ് പോവന്നെ. നമ്മൾ 5 പേരാണ് പോകുന്നത്. 2 പേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക്. ഗായ്സ്, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പൂനെ പാർട്ടിക്ക് പോവാണ്. വെറും പാർട്ടിയില്ല, ഹോളി പാർട്ടിക്ക് പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം ഹോളി നടത്തുന്നില്ല, താൽക്കാലികമായി നിർത്തിവെച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ പൂനെ രംഗ് ദേ 4.0 എന്ന് പറഞ്ഞ പാർട്ടിക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ പോയത് ഗുൽബർഗ മാർക്കറ്റിലേക്കാണ്. കാരണം നമുക്ക് അവിടെ നിന്ന് വൈറ്റ് കുർത്ത എടുക്കാം. എന്ത് രസമാണെന്നറിയാം നൈറ്റ് ലൈഫ് ഗുൽബർഗ മാർക്കറ്റിൽ. ഞാൻ 2ാം തൊട്ടാണ് ഇവിടെ പോകുന്നത്. നല്ല രസമാണ്, ഭയങ്കര കളക്ഷൻസാണ്, എല്ലാതും വില കുറവിന് സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഫസ്റ്റ് എടുത്തത് നമുക്കെല്ലാവർക്കും, നമ്മൾ 4 പേർക്കും കുർത്തി എടുത്ത് ആ കുട്ടി പിക്കിരിക്ക് അവൾക്ക് ഓൾറെഡി ഡ്രസ്സിനാണ് ക്ഷീണിച്ച് വീഴാറായിരിക്കുന്നു. ഗൈസ്, ഗ്ലൂക്കോസ് പൊടി വേണം, ഗ്ലൂക്കോസ് പൊടി വേണ്ടി വരും. സാന്ദ്ര കരുത്തോട് കൂടി ഇപ്പോഴും തുടരുന്നു. പുറത്തെടുക്കാത്ത കരുത്തൊക്കെ പോയി. അങ്ങനെ ക്ഷീണമൊക്കെ ആയിട്ട് നമ്മൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അതിന് മുമ്പ് ഫുഡ് അടിക്കണം, അതാണ് മെയിൻ കാര്യം. ഇത് നമ്മൾ മസാല ദോശ കഴിച്ചു. അവൾ പ്ലെയിൻ ദോശ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തു. അലീന പൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഇത് നമ്മൾ കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഗുൽബർഗ കിട്ടുന്നില്ലല്ലോ, ഗുൽബർഗ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നടക്കുന്നതാണ്. അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ സാന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് വയറുവേന. അപ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം സൈക്കോളജിസ്റ്റ് ആ വയറുവേന ഇങ്ങനെ മാറ്റിക്കൊടുക്കുകയാണ്. എന്തായാലും സൈക്കോളജിസ്റ്റ് കൂടെ ഉള്ളതിൻ്റെ ഒരു സംഭവമാണ് ആ കാണുന്നത്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് ആ വയറുവേന നല്ല സുഖമുണ്ട്. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ദർശനേനെ സമീപിച്ചാൽ മതി, നമുക്ക് എന്തായാലും ഒരു സൊല്യൂഷൻ കിട്ടും. ദൈവത്തി ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. പിന്നെ നമ്മൾ പോയത് 2 AM രാവിലെ 2 AM ട്രെയിനാണ്. ജനറലിലാണ് പോയത്. നമുക്ക് കയറിയപ്പോൾ തന്നെ സീറ്റ് കിട്ടി. അത്യാവശ്യം കണ്ട അവിടെയൊക്കെ സീറ്റൊക്കെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല സീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഏതോ ഒരു മിഡിൽ ടൈമിലെടുത്ത സംഭവമാണ്. എല്ലാവരും കിടന്ന് ഉറങ്ങാണ്. ഞാൻ ഏതോ ഒരു സമയത്ത് ഉറങ്ങിയപ്പോൾ കയ്യിൽ ഫോൺ കണ്ടപ്പോൾ അങ്ങോട്ട് എടുത്ത്. അതേ സാന്ദ്രയ്ക്ക് തീരെ വയ്യ. സാന്ദ്രത്തെ ചെവിയൊക്കെ അടച്ച് ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ദർശനയുടെ തൊപ്പിയാണ് ഇട്ടത്. ദർശനീയ തൊപ്പി എടുത്തത് നന്നായി, എന്തായാലും നമുക്ക് ഉപകാരമായി. എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയാണ്. ഉറക്കൊന്നും വരുന്നില്ല. അവിടെ എത്തുന്ന ആരും ഇനി ഉറക്കമൊന്നും ഉണ്ടാവില്ല. അവിടെ എത്തണം. ഇവിടെ നിന്ന് കൽബുർഗിയിൽ നിന്ന് പൂനെക്ക് ഒരു 5-5.5 മണിക്കൂറാണുള്ളത്. അപ്പോൾ അവിടെ എത്തുന്നവരെ നമ്മൾ ഉറങ്ങില്ല, എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ ഇരിക്കണം.